ിട്ടുണ്ടാവും. ഇത് വൈദികമായ ആശയമാണ്. ശബ്ദം ഏകരൂപമാണ്. ഏകരൂപമായ ശബ്ദം പ്രണവമായി അഭിവ്യക്തമാവുകയും ആ പ്രണവത്തിൻ്റെ വിസ്തരണം രാഗങ്ങളായി വികസിതമാവുകയും ആ രാഗങ്ങൾ അനന്തങ്ങളായ വിന്യാസക്രമങ്ങൾക്ക് വിധേയമാകുമ്പോൾ കോടിക്കണക്കിന് പ്രകാരത്തിൽ ആവിർഭവിക്കുകയും ചെയ്യും. അതാണല്ലോ പ്രഗത്ഭനായ ഒരു സംഗീതജ്ഞനിലൂടെ ഒരു രാഗം വരുമ്പോൾ ആ രാഗത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള അതിർവരമ്പുകൾ ലംഘിക്കാതെ എങ്ങോട്ടൊക്കെ അദ്ദേഹം പോകും. നമ്മൾ ഏതെല്ലാം ശബ്ദപ്രപഞ്ചത്തിലൂടെ നമ്മളെ കൊണ്ടുപോകും ഒരു സംഗീതജ്ഞൻ. സകല പരിമിതികൾക്കുമുപരി നമ്മളെ ശരിയായ ആ ഒരു ഈശ്വര അവബോധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രണവ തനിമയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് സംഗീതം. പറയുന്നതിനൊരു സംശയവുമില്ല. അതിൻ്റെ അനന്ത സാധ്യതകളെ കണ്ടെത്തിയവരാണ് ഋഷീശ്വരന്മാർ. അവർ തന്ന ആശയങ്ങളെ വികസിപ്പിച്ചവരാണ് പിന്നീട് വന്ന വാഗ്ഗേയകാരന്മാർ. വാഗ്ഗേയകാരന്മാരെന്ന് പറഞ്ഞാൽ സംഗീതത്തെ രചിക്കുകയും പാടുകയും ചെയ്യുന്നവർ, രണ്ടും ചെയ്യുന്നവരെയാണ് വാഗ്ഗേയകാരന്മാരെന്ന് പറയുന്നത്. അവരിൽ തന്നെ പ്രാതസ്മരണീയരായ എത്ര പേരാണ്. അവരുടെ പരമ്പര നിൽക്കുന്നില്ല, അതങ്ങനെ തുടർന്നുകൊണ്ടേ പോവുകയാണ്. അതൊരു വല്ലാത്ത മേഖലയാണ് സംഗീതം. ഇരിക്കട്ടെ. എന്നാൽ ഇന്ന് ഹിന്ദുസ്ഥാനിയാണ് ശാസ്ത്രീയ സംഗീതമെന്ന് അതിൻ്റെ അനുയായികളും കർണാടക സംഗീതമാണ് ശാസ്ത്രീയ സംഗീതമെന്ന് അതിൻ്റെ അനുയായികളും പറയുന്നു. സാരമില്ല, ഒരാനയിൽ അന്ധരെന്ന പോലെ. എന്നാൽ അങ്ങനെ എല്ലാവരും ഒന്നും പറയില്ല. പ്രഗത്ഭന്മാരൊരിക്കലും പറയില്ല. പ്രഗത്ഭന്മാരൊരിക്കലും പറയില്ല. ശാസ്ത്രജ്ഞാനം ഇല്ലാത്തവർ പറഞ്ഞേക്കാം. ചെറിയ ഉദാഹരണം പറയട്ടെ. വാസ്തവത്തിൽ ഈ രണ്ടിൻ്റെയും ഒന്നിച്ചുള്ള സമന്വയം എന്ന രൂപത്തിൽ പിൽക്കാലത്ത് വന്ന ഒരു വിശേഷ രൂപമാണ് ജുഗൽബന്ദി. ജുഗൽബന്ദി പിന്നീട് എന്തായി? മത്സരം പോലെയായി. ജുഗൽബന്ദി ഇപ്പോൾ ഇന്ന് അരങ്ങേറുന്നത് പലപ്പോഴും മത്സരം പോലെയാണ്. ഒരാൾ ജയിക്കും, അയാളുടെ ഗർവ്. എന്നാൽ അതിപ്രഗത്ഭന്മാരായ രണ്ടുപേർ ഒത്തുചേരുന്ന ജുഗൽബന്ദി മത്സരമല്ല. ഉദാഹരണത്തിന് ദക്ഷിണേന്ത്യൻ സംഗീതത്തിൽ യാതൊരു സംശയമില്ലാതെ നമ്മൾ പറയും ഇന്ന് വരെ ഉണ്ടായവരിൽ തന്നെ അദ്വിതീയനായി മാനിക്കേണ്ടുന്ന ഡോക്ടർ ബാലമുരളീകൃഷ്ണ. ഹിന്ദുസ്ഥാനിയിൽ പണ്ഡിറ്റ് ഭീംസേൻ ജോഷി. രണ്ടുപേരും കൂടിയുള്ള ജുഗൽബന്ദി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പരസ്പരാദരവ്. ഒരാൾ മറ്റേയാൾക്ക് പൂരകമാവുന്നു, അയാൾ ഇയാൾക്ക് പൂരകമാവുന്നു. ഒരു മത്സരത്തിൻ്റെ കണികയില്ല. കാരണം അവർക്കറിയാം ഇതൊരു വേദത്തിൻ്റെ, ഒരു വൈദിക ശാസ്ത്രത്തിൻ്റെ രണ്ട് ആവിഷ്കാരങ്ങളാണെന്ന്. അല്പജ്ഞന്മാർ മത്സരമായിട്ട് എടുക്കുമായിരിക്കാം. അവരെ പിന്താങ്ങുന്ന മാധ്യമങ്ങൾ ചിലപ്പോൾ മത്സരത്തെ കൊഴുപ്പിക്കുമായിരിക്കാം. SMS അയക്കാൻ പറയുമായിരിക്കാം. എന്നങ്ങനെയാണല്ലോ സമ്മാനം. ഇന്ന് സംഗീതത്തിൻ്റെ മികവ് SMS-ൻ്റെ എണ്ണത്തിലൂടെയാണ്. കഷ്ടം. ചിന്തിക്കുക. അതുകൊണ്ട് ഒരിക്കലും ഇത് ശ്രേഷ്ഠം എന്ന് അറിഞ്ഞവർ പറയില്ല. വിസ്തരണത്തിൻ്റെ ഭാവത്തിൽ രണ്ടും ഒരുപോലെ നിൽക്കും. ആലാപന സ്വാതന്ത്ര്യം കൂടുതൽ ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ ഉത്തരഭാരതീയ സംഗീതത്തിൽ ഉണ്ടാകുമ്പോൾ ഗണനയുടെ കാർക്കശ്യം കൂടുതൽ ദക്ഷിണ ഭാരതീയ സംഗീതത്തിലാണ്. രണ്ടിനും അതിൻ്റെ മഹിമയുണ്ട്. ഗണനയുടെ കാർക്കശ്യമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ സംഗീതജ്ഞന് സ്വാതന്ത്ര്യമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ. ആ സ്വാതന്ത്ര്യം കൂടുതലാണ് ഹിന്ദുസ്ഥാനിയിൽ. പക്ഷേ ഒരിക്കലും ഒരു സംഗീതജ്ഞൻ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യില്ല. അതുകൊണ്ട് അതാ ശ്രേഷ്ഠം ഇതാ ശ്രേഷ്ഠം എന്ന് പറയുന്നത് ശരിയല്ല. രണ്ടും ഒരേ സാമവേദത്തിൽ നിന്ന് ആവിർഭൂതമായ സംഗീതത്തിൻ്റെ കൈവഴികളാണ്. ഗംഗയാണ് ശ്രേഷ്ഠം, യമുനയാണ് ശ്രേഷ്ഠം എന്ന് പറയാൻ പറ്റുമോ?
പറയാം സ്വാമി, ഗംഗയാണ് ശ്രേഷ്ഠമെന്ന് ഞാൻ പറയുന്നു യമുനയേക്കാൾ. അതെയോ? എവിടം വരെ? എവിടം വരെ? അതെ, എവിടം വരെ എന്നാ ചോദ്യം. എവിടം വരെ? പ്രയാഗ വരെ. പ്രയാഗ എത്തിക്കഴിഞ്ഞാലോ രണ്ടും ഒന്നായി. പിന്നെ ഗംഗയില്ല, യമുനയില്ല. ഇതുപോലെ സംഗീതത്തിൻ്റെ ഉത്തര ദക്ഷിണ ഭേദങ്ങളൊക്കെ തീർത്തും അതിൻ്റെ ലക്ഷ്യമായ ഈശ്വരനിൽ ആ സംഗീതത്തിൻ്റെ ധ്യാനാനുഭൂതിയിലെത്തുന്നത് വരെയേ ഉള്ളൂ. അവിടെ ഒന്നായി, അവിടെ രണ്ടും ഒന്നായി. മറ്റത് അല്പജ്ഞന്മാർ പറയുന്നത് അത് ശ്രേഷ്ഠം ഇത് ശ്രേഷ്ഠമെന്ന് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ ഉള്ളത് തുറന്ന് പറയണമല്ലോ. ഹിന്ദുസ്ഥാനി സംഗീതം ആസ്വദിക്കാൻ കഴിയുന്നതിനേക്കാൾ ഈ പറയുന്ന ആൾക്ക് ദക്ഷിണേന്ത്യൻ സംഗീതമാണ് ഇഷ്ടമുണ്ടാവുക. ഇഷ്ടമുണ്ടാവുക എന്നല്ല, ഇഷ്ടമുള്ളത്, അത് വേറെ വിഷയം. പക്ഷെ അതുകൊണ്ട് അത് താഴ്ന്നതാവുന്നില്ല. അതിനെ ഇതുപോലെ ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് എൻ്റെ കഴിവ് കേടാ, അല്ല അതിൻ്റെ ദോഷമല്ല. കാരണം ഇത് രണ്ടും ഒരേ വേദത്തിൻ്റെ വകഭേദങ്ങളാണ്. ഈ വ്യത്യാസം ഗംഗ യമുനയൊക്കെ പ്രയാഗയിൽ എത്തുന്നത് വരെ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കൈവഴിയാണ്. ഇതാണ് പ്രഗത്ഭന്മാർ ഒത്തുചേരുമ്പോൾ. പ്രഗത്ഭന്മാർ കേവല ഗാനത്തിൽ പ്രഗത്ഭനല്ല, അതിൻ്റെ ശാസ്ത്രത്തിൽ പ്രഗത്ഭന്മാർ ഒത്തുചേരുമ്പോൾ നമ്മൾ കാണുന്നത്. കേവലം ഗാനം പഠിച്ചു പാടുന്ന ആളല്ല, ശാസ്ത്രജ്ഞാനത്തോടു കൂടിയുള്ളവർ ഒത്തുചേരുമ്പം കാണുന്നത് പരസ്പരാദരവാണ്. അത് ശ്രദ്ധിക്കുക, വളരെ പ്രധാന വിഷയമാണിത്. എന്നാൽ ഈ തർക്കം നടക്കുന്നതിനിടയിൽ ഈ അവസരം മുതലാക്കി മുഗൾ ചക്രവർത്തിമാരുടെ കാലത്തിലുള്ള മുസ്ലിം മതസ്ഥരാണ് ഹിന്ദുസ്ഥാനി സംഗീതം ഉണ്ടാക്കിയതെന്നും ഹിന്ദു ഭാഷ ഉറുദുവിൽ നിന്നുണ്ടായതാണെന്നും പ്രചരണം നടക്കുന്നു. വളരെ സന്തോഷം, നല്ലത് തന്നെ. സാമവേദം ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ മുഗളന്മാർ വന്നതിന് ശേഷമാണ്. അതിനുശേഷമാണ്, മുഗളന്മാർക്ക് ശേഷമാണ് നാരദ മഹർഷി സംഗീതശാസ്ത്രം എഴുതിയത്. അക്ബറിനോട് ചോദിച്ചിട്ടാ. അതെ, അറിയില്ലേ? അക്ബറിനോട് ചോദിച്ചിട്ട് അക്ബറിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് നാരദ മഹർഷി സംഗീതശാസ്ത്രം എഴുതിയത്. പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ദക്ഷിണേന്ത്യൻ സംഗീതത്തിൻ്റെ പിതൃസ്ഥാനം നമ്മൾ കൽപ്പിക്കുന്നത് പുരന്ദരദാസരിലാണ്. അതുകൊണ്ടാണല്ലോ കർണാടക സംഗീതം എന്ന് പേര് വരാൻ കാരണം. അല്ലെങ്കിൽ കർണാടക സംഗീതം എന്ന് പേര് വരുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം ദക്ഷിണ ഭാരതീയ സംഗീതത്തിൽ ഏറ്റവും അധികം കൃതികളുള്ളത് തെലുങ്കിലാണ്. ഏറ്റവും അധികം കൃതികൾ തെലുങ്കിലാണ്, പിന്നെ സംസ്കൃതത്തിലാണ്, പിന്നെയാണ് കന്നഡയിൽ. പക്ഷേ നമ്മൾ കർണാടക എന്ന് പറയാൻ കാരണം പിതൃസ്ഥാനീയനായ പുരന്ദരദാസർ എല്ലാ കൃതികളും എഴുതിയത് കന്നഡയിലാണ്, കർണാടക ഭാഷയിലാണ്. അതുകൊണ്ട് കർണാടക സംഗീതം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംഗീതം എന്നേ പറയാൻ പാടുള്ളൂ. ഈ പുരന്ദരദാസർ അക്ബറോട് ചോദിച്ചിട്ടാണ് എഴുതിയത്. എന്താ ചെയ്യുക, കഷ്ടം. അതിനു മുമ്പ് അണ്ണമാചാര്യരുടെ കാലം വരുന്നു. പുരന്ദരദാസർക്ക് മുമ്പാണ് അണ്ണമാചാര്യരുടെ കാലം. അണ്ണമയ്യ അഥവാ അണ്ണമാചാര്യർ എഴുതിയ കൃതികളൊക്കെ മുഗളന്മാർക്ക് ശേഷമാണ്. അവർ പറഞ്ഞതനുസരിച്ചാണ് എഴുതിയത്. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ അതൊക്കെ. പിന്നെ ത്രിമൂർത്തികളെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല, അത് ഒരു 200 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. അതിനെ പറയേണ്ട ആവശ്യമില്ല. അത് നിർബന്ധമായിട്ട് മുസ്ലിങ്ങളോട് ചോദിച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക. മുഗൾ ഭരണാധികാരികളോട് ചോദിച്ചിട്ടാണ് ത്യാഗരാജസ്വാമികളും ദീക്ഷിതരും അതുപോലെ ശ്യാമാശാസ്ത്രികളും എഴുതിയിട്ടുണ്ടാവുക. ഇവരോളം സംഗീതത്തിൽ നമ്മൾ പറയേണ്ട ഭദ്രാചലം രാമദാസരും അങ്ങനെ തന്നെ ആയിരിക്കും. ഒക്കെ അങ്ങനെയാണ്. ഇതൊക്കെ നാളെ പഠിപ്പിക്കും അങ്ങനെ സ്കൂളിൽ, കരുതിയിരുന്നോളൂ. ശങ്കരാചാര്യർ അദ്വൈതം ഉണ്ടാക്കിയത് ഇസ്ലാമെന്നല്ലേ, പിന്നെന്താ കുഴപ്പം? നമുക്കെന്ത് പ്രശ്നം? ശങ്കരാചാര്യർ അദ്വൈതം ഉണ്ടാക്കിയത് ഇസ്ലാമിൽ നിന്നാണ്, റൈറ്റ്. നമ്മൾ അതിനും തലകൊല്ലിക്ക്. ശരിയാണ്, വളരെ ശരിയാ പറഞ്ഞത്. കാരണം പ്രസംഗിച്ചതാരാ? തുടക്കമിട്ടതാരാ? തുടക്കമിട്ടത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ആളാണ്. രാഷ്ട്രപതിയായിരുന്ന ആളാണ് ഇത് ആദ്യം പറഞ്ഞത്. എന്ന് ആദ്യം പറഞ്ഞതല്ല, രണ്ടാമത് പറഞ്ഞതാ. അതിനു മുമ്പ് വലിയൊരു സംസ്കൃത വിദ്വാനാ പറഞ്ഞത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ആളാണ് പറഞ്ഞത് ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തം ഇസ്ലാമിൽ നിന്നാണ് ഉണ്ടാക്കിയതെന്ന്. ശ്രീ നാരായണൻ.
അതിനു മുമ്പ് ശ്രീ NVP ഉണിത്തേരി സംസ്കൃത വിദ്വാനാണ്. സംസ്കൃതം അറിയാത്ത ആളല്ല, സംസ്കൃതത്തിൽ അദ്വിതീയമായ ജ്ഞാനമുള്ള ആളാണ്. അദ്വിതീയമായ ജ്ഞാനം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇസ്ലാമിലെ ഏക ദേവതാവാദവും അദ്വൈതവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അദ്വൈതം ഏകദേവതാവാദ. ജീവൻ, ഈശ്വരൻ, ജഗത്തെന്ന് പലതില്ല, ഏകമാണ്, അദ്വിതീയമാണെന്നതാണ് അദ്വൈതം. അത് ദേവതാ ഏകത്വമല്ല. അത് ഇതറിയാത്തവരല്ല ഈ പറയുന്നത്. പിന്നെ ആരെ സന്തോഷിപ്പിക്കാൻ? തൽക്കാല കാര്യലാഭം ഉദ്ദേശിച്ച് ഇങ്ങനെ അസത്യം പറയുമ്പോൾ, അത് തലമുറകൾ ഏറ്റുപറയുമ്പോൾ എത്ര വലിയ അനർത്ഥമാണ് സംഭവിക്കുക. ഇരിക്കട്ടെ, വിഷയത്തിലേക്ക് വരാം. ഹിന്ദുസ്ഥാനി ഉണ്ടാക്കിയതെന്നും ഹിന്ദി ഭാഷ ഉറുദുവിൽ നിന്നുണ്ടായതാണെന്നും പ്രചരണം നടക്കുന്നു. സന്തോഷം, വളരെ നല്ലത്. ഹിന്ദി ഭാഷ ഉറുദുവിൽ നിന്നുണ്ടായതാണ്. ഹിന്ദിയാണ് സംസ്കൃതത്തിൻ്റെ ഏറ്റവും അടുത്ത മോള്. ഹിന്ദി, മറാഠി, തെലുങ്ക് ഇതൊക്കെ സംസ്കൃതത്തോട് ഏറ്റവും അടുത്ത മക്കളാണ്. കുറച്ച് അനുനാസികത്വം കൂടി ഗുജറാത്തി ആവുമ്പോഴത്തേക്ക്. പക്ഷെ ഭാഷ, പദങ്ങൾ വളരെ സംസ്കൃതത്തോട് അടുത്ത പദങ്ങളാണ്. മലയാളം 80% പദങ്ങളും സംസ്കൃത പദങ്ങളാണ്. തമിഴിൽ സംസ്കൃതത്തിൻ്റെ സ്വാധീനമുണ്ടെങ്കിലും പദങ്ങളേറെ സംസ്കൃത പദങ്ങളല്ല. ബാക്കി എല്ലാ ഭാരതീയ ഭാഷകളും സംസ്കൃതത്തിൽ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി സംസ്കൃതത്തിൽ നിന്ന് അകറ്റി ഉറുദുവിനോട് ചേർക്കുന്ന, ഹിന്ദിയെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഇന്ന് കാണുന്നുണ്ട്. സത്യമാണ്, കാണുന്നുണ്ട്. അങ്ങനെ ധാരാളം ബോധപൂർവമായൊരു പരിശ്രമം തന്നെ നടക്കുന്നുണ്ട്. സംസ്കൃതത്തിൻ്റെ സാമീപ്യത്തിൽ നിന്ന് ഹിന്ദിയെ അകറ്റിക്കൊണ്ടുപോയി ഉറുദുവിൻ്റെ ആ ലായത്തിലേക്ക് കെട്ടുക എന്നുള്ള പരിശ്രമം ചെയ്യുന്ന ഒരുപാട് കഥകൾ, നോവലുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭാഷാപ്രയോഗം അങ്ങനെയായി മാറുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഉറുദുവിൽ നിന്നുണ്ടായതാണെന്ന് പ്രചരണം നടക്കുന്നു. തന്നാ മിശ്രൻ, രാം തനു പാണ്ഡെ എന്ന സംഗീതജ്ഞനെ മതം മാറ്റി താൻസേൻ എന്ന് പേരിട്ട് മുഗൾ ഭരണകർത്താക്കൾ. എന്നിട്ട് പേർഷ്യൻ സംഗീതം പഠിച്ചിട്ടില്ലാത്ത അദ്ദേഹം പാടുന്നത് പേർഷ്യൻ സംഗീതവും ഭാരതീയ സംഗീതവും ഇടകലർത്തിയാണെന്ന് പ്രചരിപ്പിച്ചു. എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണിത്. വളരെ ഗൗരവതമമായ വിഷയമാണിത്. എന്നാൽ താൻസന്റെ ഗുരുവായ സ്വാമി ഹരിദാസ് ആണെന്ന് അറിഞ്ഞതായി ഭാവിക്കുന്നേയില്ല. അയ്യോ, അത് ഭാവിച്ചാൽ മോശമായില്ലേ? മുഗൾ ഭരണകാലത്ത് ഇസ്ലാമായി മാറിയെന്ന് പറയാൻ നമുക്കറിയില്ല, മാറ്റിയെന്ന് പറയാനും അറിയില്ല. അതുകൊണ്ടാണ് മാറ്റപ്പെട്ട എന്ന് പറഞ്ഞത്. മാറ്റപ്പെട്ട ഇദ്ദേഹം താൻസേൻ എന്ന പേര്, താൻസേനാണ് പേർഷ്യൻ ഭാഷ കലർത്തിക്കൊണ്ട് സംഗീതം എഴുതിയിട്ടുള്ളത്. ഇവിടുത്തെ സംഗീതം അതിന് ഗുരുനാഥൻ സ്വാമിയായിരുന്നു. അത് നമ്മൾ എത്ര പേര് പറയുന്നു, എത്ര പേരറിയുന്നു? ഇതൊക്കെ വളച്ചൊടിച്ച് ഇന്ന് കൃതികൾ ധാരാളം വരുമ്പോൾ നാളെ നമ്മളെ മക്കൾ അതല്ലേ പഠിച്ച് മനസ്സിലാക്കുക? ചിന്തിക്കുക. അദ്ദേഹത്തിന് മുൻപുള്ള സംഗീത ഗുരുക്കന്മാരെ മാനിക്കുന്നില്ല. ഈ പരമ്പര വേദങ്ങൾ വരെ നീളുകയും ചെയ്യുന്നു. വേദങ്ങളിൽ ഋഷിയെയും ഛന്ദസ്സിൻ്റെയും പേരുകൾ കഴിഞ്ഞാൽ സ്വരമെന്ന് രേഖപ്പെടുത്തി സപ്തസ്വരങ്ങളായ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം എന്നിവ പറഞ്ഞിരിക്കുന്നതായി ഈ പറയുന്നവർ മറക്കുന്നു. ഈ സ്വരഭേദങ്ങൾ വ്യക്തമായിട്ടും വിശദമായി തീരുന്നത് സാമത്തിലാണ്. സാമത്തിലാണ് ഈ സ്വരഭേദങ്ങൾ വിശദമാകുന്നത്. അത് ശ്രദ്ധിക്കുക. സ, രി, ഗ, മ, പ, ധ, നി വിശദമാകുന്നത് സാമത്തിലാണ്. ഇന്ത്യൻ രക്തമുള്ള അറബികളുടെ ദുഷ്പ്രചരണങ്ങൾ തടയാൻ ഭാരത സമൂഹത്തിൽ ഗാന്ധർവവേദം പ്രചരിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഗാന്ധർവവേദം നമുക്ക് ലഭിച്ചത്രയും പ്രചരിപ്പിക്കേണ്ടതാണ്. പൂർണ്ണമായി നമുക്ക് ലഭിച്ചിട്ടില്ല, പക്ഷെ ലഭിച്ചത്രയും പ്രചരിപ്പിക്കേണ്ടതാണ്. മാത്രവുമല്ല, അതിൻ്റെ ഒരു വികാസദശയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭരതമുനിയുടെ നാട്യശാസ്ത്രം, അതിൻ്റെ ഭാഗമായി തന്നെ മാനിക്കപ്പെടുന്ന നാരദ മഹർഷിയുടെ സംഗീതശാസ്ത്രം, ഇതിൻ്റെ പിൽക്കാലത്തുള്ള വിപുലീകരണങ്ങൾ, ഇതൊക്കെ നമുക്ക് ലഭിച്ച അത്രയും ഗ്രന്ഥങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കണം. ഇതിൽ മിക്കതും ഇന്ന് ഇൻ്റർനെറ്റിലൂടെ തന്നെ ലഭ്യമാണ്. അതുകൊണ്ട് ഇവ നമുക്ക് ആവുന്ന വിധത്തിൽ
ഒന്നുമില്ലെങ്കിൽ പ്രിൻ്റ് ചെയ്ത് അവനവൻ്റെ വീട്ടിലൊക്കെ വലുതാക്കിയിട്ടെങ്കിലും ഒന്ന് കാണിക്കണ മാതിരി വെക്കുക, ഒന്നും വായിച്ചില്ലെങ്കിൽ പോലും. അപ്പോൾ ഒരു ബോധം ഉണ്ടാവും. ശരി, ഭാരതൻ തോന്നുന്നു ഈ വിഷയത്തിൽ സ്വാമിയുടെ അഭിപ്രായം അറിയുവാനും ഗാന്ധർവ വേദത്തെക്കുറിച്ച് അറിയുവാനും ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷം പറഞ്ഞു. ഗാന്ധർവ വേദത്തെക്കുറിച്ച് പൂർണ്ണമായി ഗാന്ധർവ വേദം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ അതിൻ്റെ സംഹിതയുടെ കുറേ ഭാഗങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇന്ന് നാട്യത്തെയോ അല്ലെങ്കിൽ സംഗീതത്തെയോ പഠിക്കുന്നവർ കേവലം ഗാന്ധർവത്തെ അല്ല ആശ്രയിക്കുക. അത് പൊതുവെ ഭരതമുനിയുടെ നാട്യശാസ്ത്രം മുതൽക്ക് ഇങ്ങോട്ടാണ് എടുക്കുന്നത്. ഭരതമുനി നാട്യശാസ്ത്രത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പൂർവാചാര്യന്മാരെ നമസ്കരിച്ചുകൊണ്ടാണ് ഗ്രന്ഥരചന തുടങ്ങുന്നത്. അതിൽ നൃത്തവും ഗീതവും, നൃത്തത്തിൽ തന്നെ അവാന്തര വിശേഷങ്ങളും ഭാവവും രാഗവും താളവും എല്ലാം സമന്വയിപ്പിച്ചിട്ടുള്ള ആ ശാസ്ത്രത്തിൻ്റെ ആഴവും പരപ്പും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതുപോലെ നേരത്തെ നാരദൻ്റെ സംഗീതശാസ്ത്രം പറഞ്ഞു, അത് നമുക്ക് പൂർണ്ണമായി കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തപ്പെട്ട കൃതികൾ ആയിരക്കണക്കിന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് വികസിച്ച് വന്ന ശാസ്ത്രീയ സംഗീതത്തിൻ്റെ കൃതികൾ എത്രയെത്ര ആചാര്യന്മാരുടേത്. അവരൊക്കെ ഋഷിതുല്യരായിരുന്നു. അവരുടെ പരമ്പര നിൽക്കുന്നില്ല. ഇന്നും അതിനെ കൂടുതൽ കൂടുതൽ സമ്പുഷ്ടമാക്കി മഹാന്മാർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എത്രയോ സംഗീതജ്ഞന്മാർ, എത്രയോ വാഗ്ഗേയകാരന്മാർ. സമ്പന്നമാണിത്, വളരെ സമ്പന്നമാണ്. ഗുരു സാക്ഷാത് പരംബ്രഹ്മ തന്നെ എങ്കിലും നമ്മുടെ നാട്ടിൽ ഗുരുക്കന്മാരെ ചില സിദ്ധികളുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് ദൈവമാക്കി ആരാധിക്കുന്നു. കെട്ടക്കട്ടെ എന്ന് ദൈവം എത്ര എണ്ണം കൂടിയാൽ എന്താ കുഴപ്പം? ദൈവം എത്ര കൂടിയാലും കുഴപ്പമില്ല. പക്ഷെ കുഴപ്പമുള്ളത് ഇതേ ഉള്ളൂ ദൈവം, അത് ദൈവം അല്ല എന്ന് പറയുന്നിടത്താ കുഴപ്പം. ഞങ്ങളെ ദൈവമാണ് കേമം, നിങ്ങളെ ദൈവം അത്ര കേമല്ല എന്ന് പറയുന്നിടത്താ കുഴപ്പം. ഇന്ന് ലോകത്തിൽ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഭാരതീയത പ്രചരിപ്പിക്കുക എന്ന സത്പ്രവൃത്തി ചെയ്യുന്ന സായിബാബയെയും മാതാ അമൃതാനന്ദമയെയും പോലുള്ള മഹാത്മാക്കളുടെ ശിഷ്യഗണങ്ങൾ വേദാന്ത പ്രഭാഷണം ചെയ്യുമ്പോൾ വേദാന്തത്തെക്കാൾ കൂടുതൽ ഗുരുവർണ്ണനയാണ് ചെയ്യുന്നതായി കണ്ടുവരുന്നത്. ഈ ഗുരുക്കന്മാരുടെ ഭക്തന്മാരാകട്ടെ മറ്റു ഗുരുക്കന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുകയുമില്ല. ഈ മനോഭാവം മാറേണ്ടതല്ലേ? ഇത് ശാസ്ത്രപ്രചരണത്തിനും പഠനത്തിനും തടസ്സമാവില്ലേ? സത്യം വദ ധർമ്മം ചര എന്ന് തുടങ്ങുന്ന ഉപനിഷൻ മന്ത്രം സത്യം പറയണം, ധർമ്മം പ്രവർത്തിക്കണം എന്ന് മലയാളത്തിൽ എഴുതി അത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഋഷിയെ മറക്കുന്നു, അനാദിയായ നമ്മുടെ പാരമ്പര്യത്തെ മറക്കുന്നു. ഗുരുവിനെ ഗുരുവായും ദൈവസങ്കല്പത്തെ ദൈവസങ്കല്പമായും കാണുവാൻ സമൂഹം തയ്യാറാവുന്നത് ഇനി എന്നാണ്? ഈ വിഷയത്തിൽ സ്വാമിയുടെ അഭിപ്രായം അറിയുവാൻ താത്പര്യമുണ്ട്. ഇവിടെ ഏതാചാര്യരിലൂടെയും അഭിവ്യക്തമാകുന്നത് അനാദിയായ ഗുരുപരമ്പരയുടെ ഉപദേശക്രമമാണെന്ന ബോധം നമുക്കുണ്ടാവുക. അതൊരിക്കലും നമ്മിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കുക, അത് മാത്രമേ വേണ്ടൂ. വേറൊരാൾ എന്ത് ചെയ്യണോ അവനെന്ന് നേരെയാവും ഒന്നും നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല. എനിക്കൊന്നറിയാം, ലോകത്തിൽ ഒരാളെ നന്നാക്കാൻ എനിക്ക് കഴിയില്ല. എനിക്കൊറ്റയാളെ നന്നാക്കാനേ കഴിയൂ, അതെന്നെ മാത്രം. വേറൊരാളെ നന്നാക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാമിയുടെ ശിഷ്യനെ കഴിയില്ല. എങ്ങനെ കഴിയും? വിഡ്ഢിത്തം വിചാരിക്കുകയാണ്. എനിക്ക് ലോകത്തിൽ എന്നെ മാത്രമേ നന്നാക്കാൻ കഴിയൂ. അതുകൊണ്ട് എൻ്റെ ചിന്തകളെ ക്രമീകരിക്കുക. അവനെന്ത് ചെയ്യണോ അവളെന്ത് ചെയ്യണോ എന്തോ ചെയ്യട്ടെ, ഞാൻ ചെയ്യുന്നത് ശാസ്ത്രീയമാവുക, ഞാൻ ചെയ്യുന്നത് ധർമ്മശാസ്ത്രങ്ങൾക്കനുസരിച്ചാവുക. അതുകൊണ്ട് ഏതാചാര്യനായാലും ഏത് പ്രദേശത്തു നിന്നായാലും പറഞ്ഞ ആശയങ്ങളിൽ നല്ലതിനെ സ്വീകരിക്കാൻ സാധിക്കുക. എൻ്റെ ബുദ്ധിക്ക് നല്ലതല്ലെന്നുള്ളത് എത്ര പ്രസിദ്ധനായ ആചാര്യനായാലും ചെയ്തതിനെ പറഞ്ഞതിനെ തള്ളാൻ സാധിക്കുക. ഇത് സാധിക്കില്ല വ്യക്തിപൂജകനായി ഞാൻ മാറിയാൽ. എപ്പോൾ ഞാൻ വ്യക്തിപൂജകനായി മാറുന്നുവോ അപ്പോൾ അയാളെ സമഗ്രമായി സ്വീകരിക്കേണ്ടി വരും. ഇവിടെയാണ് വേദത്തിലെ ശ്രദ്ധേയമായ മന്ത്രം വരുന്നത്. യാന്യസ്മാകം സുചരിതാനി താനി ത്വയോപാസ്യാനി നോ ഇതരാണി. ഞങ്ങളുടെ നല്ല ശീലങ്ങൾ എന്താണോ അത് നീ ചെയ്യൂ. ഞങ്ങളുടെ ഏത് ശീലങ്ങളാണോ നല്ലതല്ലാത്തത് അത് നീ ചെയ്യാതിരിക്കൂ.
ഞാൻ നല്ലതല്ലാത്ത ചെയ്യില്ല കേട്ടോ, അങ്ങനെയല്ല. ശ്രദ്ധിക്കുക, ഈ കാഴ്ചപ്പാട് ഈ മന്ത്രം ഓർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും നമുക്ക് സ്വയം സംഭവിക്കില്ല എന്ന് മാത്രം പറഞ്ഞ് ഉപസംഹരിക്കുന്നു. സന്തോഷം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എന്നിട്ടുണ്ടാവും, ഇത് വൈദികമായ ആശയമാണ്. ശബ്ദം ഏകരൂപമാണ്. ഏകരൂപമായ ശബ്ദം പ്രണവമായി അഭിവ്യക്തമാവുകയും ആ പ്രണവത്തിൻ്റെ വിസ്തരണം രാഗങ്ങളായി വികസിതമാവുകയും ആ രാഗങ്ങൾ അനന്തങ്ങളായ വിന്യാസക്രമങ്ങൾക്ക് വിധേയമാകുമ്പോൾ കോടിക്കണക്കിന് പ്രകാരത്തിൽ ആവിർഭവിക്കുകയും ചെയ്യും. അതാണല്ലോ പ്രഗത്ഭനായ ഒരു